ഹായ് ഗൈസ്, വെൽക്കം ടു എസ്കെമസ്റ്റക്കി. നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 13 സീരീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഉപയോഗിക്കാതെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഡിസൈൻ്റെ ഭാഗത്തേക്കാണ്. ഓപ്പോ റെനോ 13 പ്രോയിൽ കളറുകൾ ഗ്രാഫൈറ്റ് ഗ്രേ ആൻഡ് മിസ്റ്റ് ലാവൻഡർ എന്ന കളറുകളാണ് വരുന്നത്. ഓപ്പോ റെനോ 13-ൽ ലൂമിനോസ് ബ്ലൂ ആൻഡ് ഐവറി വൈറ്റ് എന്ന കളറുകളാണ് വരുന്നത്. രണ്ടിൻ്റെയും ഫ്രെയിം അലുമിനിയമാണ്. രണ്ടിൻ്റെയും ബാക്ക് സ്റ്റണ്ണിങ് കോൾഡ് സ്കൾപ്റ്റഡ് ഗ്ലാസ് ബാക്കാണ്. രണ്ട് ഫോണുകളിലും IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലേക്കും അത്യാവശ്യം ചൂടുള്ള വെള്ളം തെറിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. രണ്ട് ഫോണുകൾക്കും ഓൾറൗണ്ടർ ആർമർ ബോഡിയാണ് വെച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്കാണ്. ഓപ്പോ റെനോ 13 പ്രോയിൽ 6.83 ഇഞ്ച് വരുന്ന 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ ക്വാഡ് കർവ്ഡ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 4 സൈഡിലും ഈ ഡിസ്പ്ലേയുടെ കർവ് ഉണ്ടാകുന്നതാണ്. HDR10+ സർട്ടിഫിക്കേഷനുമുണ്ട്. ഇനി ഓപ്പോ റെനോ 13ലേക്ക് പോവുകയാണെങ്കിൽ 6.59 ഇഞ്ച് വരുന്ന 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ ഫ്ലാറ്റ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്, കർവ് ഡിസ്പ്ലേ അല്ല. HDR10+ സർട്ടിഫിക്കേഷനും ഈ ഡിസ്പ്ലേക്കുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് OS ആൻഡ് പ്രൊസസ്സറിൻ്റെ ഭാഗത്തേക്കാണ്. ColorOS 15 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും ഡുവൽ ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. MediaTek Dimensity 8350 എന്ന പ്രൊസസ്സറാണ് ഈ രണ്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോണുകളിൽ 14,80,000-ലധികം ആൻഡ്രോയിഡ് സ്കോർ കിട്ടുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഗെയിം പെർഫോമൻസ് തന്നെ ഈ ഫോണുകളിൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഫോണിൽ ഓപ്പോയുടെ സിഗ്നൽ ബൂസ്റ്റ് ചിപ്പ് S1 എന്ന് പറഞ്ഞ ചിപ്പും കൂടി രണ്ട് ഫോണുകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. AI മൾട്ടി കൂളിംഗ് സിസ്റ്റം ഈ രണ്ട് ഫോണുകളിലുമുണ്ട്. അതുകൊണ്ട് 2-3 മണിക്കൂർ PUBG ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ള ഫോണുകളുടെ പോലെ അത്രയധികം ഈ ഫോൺ ചൂടാവുകയില്ല. അടുത്തതായി നമ്മൾ പോകുന്നത് ക്യാമറയുടെ ഭാഗത്തേക്കാണ്. രണ്ട് ഫോണുകളിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പോ റെനോ 13 പ്രോയിൽ 50 മെഗാപിക്സലിൻ്റെ അൾട്രാ ക്ലിയർ ആയിട്ടുള്ള മെയിൻ ക്യാമറ വിത്ത് OIS-ഉം 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സലിൻ്റെ ആണ്. വീഡിയോ ബാക്കിലും ഫ്രണ്ടിലും 4K 60 FPS വരെ എടുക്കാവുന്നതാണ്. ഡിജിറ്റൽ സൂം 120x ആണ്. ഇനി ഓപ്പോ റെനോ 13-ലത്തെ ക്യാമറ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ്. 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറയാണ്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മോണോക്രോം ക്യാമറയുമാണ്. ഫ്രണ്ടിൽ 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇതിലും ബാക്കിലും ഫ്രണ്ടിലും 4K 60 FPS വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഡിജിറ്റൽ സൂം എന്ന് പറയുന്നത് 20x ആണ്. അടുത്തതായി നമ്മൾ കുറച്ച് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് നോക്കാൻ പോവുകയാണ്. ഈ രണ്ട് ഫോണുകളിലും ഇറേസറുണ്ട്. ഇറേസർ ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫോണുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. റിയൽമിയുടെയും ഓപ്പോയുടെയും സാംസങ്ങിൻ്റെയൊക്കെ ഫോണുകളിൽ. ഇതിൽ വേറെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിൽ കൂടുതലുണ്ട്. AI എൻഹാൻസർ എന്നതാണ് ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ഇല്ല ഫോട്ടോകളെ ക്ലാരിറ്റി ആക്കാനുള്ളതും ബ്ലറായിട്ടിരിക്കുന്ന ഫോട്ടോകളെ വളരെ ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് ആക്കാനുള്ള AI അൺബ്ലറർ. പിന്നെ റിഫ്ലക്ഷനായിട്ടിരിക്കുന്ന ഫോട്ടോസിനൊക്കെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനായിട്ടിരിക്കുന്ന ഫോട്ടോസിനൊക്കെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇല്ലാത്ത ഫോട്ടോസ് ആക്കാനുള്ള ഫീച്ചർ അതാണ് AI റിഫ്ലക്ഷൻ റിമൂവർ. AI മോഷൻ, ഇപ്പോൾ നമ്മൾ ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള വസ്തുക്കളാക്കുക എന്ന് പറയുന്നത് പോലെ അനങ്ങാത്ത ഫോട്ടോസിനെ അനങ്ങുന്ന ഫോട്ടോസ് ആക്കുന്ന ഫീച്ചർ. ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെയൊക്കെ എഡിറ്റിംഗ് സെക്ഷനിൽ ഉള്ളതാണ്. അടുത്തതായി നമ്മൾ ബാക്കി ഫീച്ചേഴ്സിലേക്ക് പോകാൻ പോവുകയാണ്. ഓപ്പോ റെനോ 13 പ്രോയിൽ 5800 mAh ബാറ്ററിയാണ്. അതിനൊപ്പം 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ഫ്ലാഷ് ചാർജ് വരുന്നുണ്ട്. ഇത്രയും വലിയ ബാറ്ററി ഉണ്ടായിട്ടും 7.55 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. 195 ഗ്രാം മാത്രമാണ് ഇത് വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റും ഓവർ തിക്നെസ്സൊന്നും ഈ ഫോണിനില്ല. ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 12GB 256GB 49,999 12GB 512GB വേരിയൻറ്റിന് 54,999. ഇനി ഓപ്പോ റെനോ 13 ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാറ്ററി
5600 mAh ആണ്. മറ്റേത് 5800 mAh ആയിരുന്നു. ഇത് 5600 mAh ആണ്. 80 വാട്ടിൻ്റെ സൂപ്പർ ഫ്ലാഷ് ചാർജും ഇതിനൊപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ തിക്നെസ് മറ്റേ ഫോണിനേക്കാളും തിക്നെസ് കുറവാണ്. 7.24 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. 181 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB 128GB 37,999, 8GB 56GB 39,999. ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ഫ്ലിപ്കാർട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. ഈ 2 ഫോണും നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക.